സമ്പൂർണമായ ഹജ്ജ് ഉംറയുടെ ഫലം കിട്ടുന്ന അങ്ങനെ പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇനി ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വേണ്ടാന്ന, അങ്ങനെ കിട്ടൂലാണ്, ഇതൊക്കെ കിട്ടുമോ എന്ന് തെറ്റിദ്ധാരണ വേണ്ട. ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലവാഖിഹിൽ പറയാണ്, പിന്നെ നിങ്ങളാരും ഈ വലിയ കൂലി, ചെറിയ കർമ്മത്തിന് വലിയ കൂലി പറയുമ്പോഴേക്ക് നെട്ടിപ്പോകരുത് കേട്ടോ. വലാ യസ്തബഇദു മുഅ്മിനുൻ ഹുസൂലൽ അജ്രിൽ അളീമി അലൽ അമലിൽ യസീർ. ചെറിയ കർമ്മത്തിന്റെ മേലിൽ വലിയ കൂലി കിട്ടുന്നതിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ വിദൂരത നടിക്കാൻ പാടില്ല. അത് ഉണ്ടാവോ എന്ന് ആശ്ചര്യപ്പെടാൻ പാടില്ല, അതിൽ ആശങ്കിക്കപ്പെടാൻ പാടില്ല. ചെറിയ കർമ്മങ്ങളെ ഉള്ളൂ എന്നിട്ട് വലിയ കൂലി പറയുന്നു, അതിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അത്ഭുതപ്പെടാൻ പാടില്ല, അതിൽ ആശങ്കിക്കപ്പെടാൻ പാടില്ല. ഫഇന്ന മഖാദീറ സവാബി ലാ തുദ്റഖു ബിൽ ഖിയാസി. കാരണം അമലുകളുടെ കൂലികളുടെ അളവുകൾ അത് തുലനം ചെയ്തുകൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. ഫലിൽ ഹഖ് അൻ യജ്അല സവാബൽ ജസീല അലൽ അമലിൽ ഖലീൽ. കാരണം ഹഖായ അല്ലാഹു കുറഞ്ഞ പ്രവർത്തനത്തിന്റെ മേലിൽ അത്ഭുതകരമായ വണ്ണമായ പ്രതിഫലത്തെ നിശ്ചയിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് നാം ഒരിക്കലും അത് നിരാകരിക്കുകയോ അത് അവഗണിക്കുകയോ അതിൽ ആശങ്കിക്കുകയോ സംശയിക്കുകയോ ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ, മാത്രമല്ല പ്രഭാത സമയം വളരെ ബഹുമാനമുള്ള സമയമാണ്. ഞാനിത് പറയുന്നത് എന്തിനാ? ആ സമയത്ത് ആരാധനകൾക്ക് വേണ്ടി നീക്കിവെക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയ ഒരു ഉപകരണങ്ങളോ മറ്റോ വാങ്ങി മറ്റൊരു സമയത്തുണ്ടാക്കി അതിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ കരുതിയാൽ ഇത് എത്ര വലിയ ഇബാദത്താണ്, നല്ല നിയ്യത്തല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. മാത്രമല്ല ബഹുമാനപ്പെട്ട അലി അൽ ഖവാസി റളിയല്ലാഹു അൻഹു പറയുന്നു, യുഫരിഖുല്ലാഹു തആല അൽ അർസാഖൽ മഹ്സൂസത്തല്ലത്തി യഖൂതുൽ അജ്സാമി ബഅദ തുലൂഇൽ ഫജ്രി ഇല ഇർതിഫാഇ ശംസി കറുംഹിൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല രണ്ട് നിരക്കുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭക്ഷണം ശാരീരികമായ ഭക്ഷണമാണ്, മറ്റൊരു ഭക്ഷണം ആത്മീയമായ ഭക്ഷണമാണ്. ശാരീരികമായ ഭക്ഷണം അല്ലാഹു തആല വിതരണം ചെയ്യുന്നത് സുബിഹി മുതൽ, സുബിഹിയുടെ സമയമായത് മുതൽ സൂര്യൻ ഉദിച്ചു പൊങ്ങിയ ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നത് വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമയം. ആ സമയം വരെ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അത് ശാരീരികമായ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ആ സമയത്ത് തെരഞ്ഞെടുത്തിരിക്കുന്നു. ശാരീരികമായ ഭക്ഷണം വിതരണം ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആ സമയത്ത് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പ്രഭാത സമയം വളരെ ബഹുമാനമുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അല്ലാഹു തആല ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയമാണ്. ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല. നമ്മളെ പല സഹോദരന്മാരും ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയമാണ് സുബഹിയുടെ സമയം. പല ആളുകൾക്കും ഊരവേദനയും പാർശ്വവേദനയൊക്കെ സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ സുബഹിക്ക് ശേഷമുള്ള ഉറക്കാണ് എന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ വന്നതാണ്. എന്താ കാരണം? ആ സമയത്ത് അല്ലാഹു തആല അവന്റെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ആ ഭക്ഷണ വിതരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട സമയത്ത് ഉറങ്ങുമ്പോൾ അയാൾക്ക് അതിന്റെ അനർത്ഥങ്ങൾ സംഭവിക്കും എന്നാണ് മഹാന്മാർ പറയുന്നത്. അതിന്റെ അനർത്ഥങ്ങളിൽപ്പെട്ട ഒരു പ്രധാന അനർത്ഥമാണ് അവന് ആ സമയത്ത് വേദനകൾ അനുഭവപ്പെടുക എന്നുള്ളത്. വേദന എന്ന് പറഞ്ഞാൽ ഊരവേദന, പാർശ്വവേദന തുടങ്ങിയതൊക്കെ. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന് തന്നെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. രാത്രിയിൽ മുഴുവൻ ഉറക്കൊഴിച്ച് സുബഹി വരെ ഉറക്കൊഴിഞ്ഞ് സ്വലാത്തും മറ്റൊക്കെ ചൊല്ലി സുബഹിക്ക് ശേഷം പോയി കിടന്നുറങ്ങും. ചിലപ്പോൾ ചില പ്രവാസി സഹോദരന്മാരതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഊരവേദന വന്നു. ബഹുമാനപ്പെട്ടവർ ഷെയ്ഖിനോട് വിവരം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് സുബഹിക്ക് ശേഷം കിടന്നുറങ്ങുന്ന സ്വഭാവമുണ്ടോ? ഉണ്ട്. എന്നാൽ സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പാർശ്വവേദന അനുഭവപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടെ ബഹുമാനപ്പെട്ടവരത് ഉപേക്ഷിച്ചു എന്നാ, അദ്ദേഹത്തിന്റെ രോഗം മാറിയെന്ന ഞാനിത് പറയുന്നത്.
ആ സമയം വളരെ മുബാറക്കായ സമയമാണ്. അഥവാ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ആ സൂര്യൻ ഉദയം കൊണ്ടതിന് ശേഷം മാത്രം ഉറങ്ങുക. അതുവരെയുള്ള സമയം ആരും ഉറങ്ങരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രത്യേകമായ സമയമാണ്. രണ്ട് പ്രധാനപ്പെട്ട സമയം. ഒന്ന് ശാരീരികമായ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം, മറ്റൊന്ന് ആത്മീയമായ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം. അതെപ്പോഴാണ്? അത് അസുറിന്റെ ശേഷമുള്ള സമയമാണ്. ഈ രണ്ട് സമയങ്ങളും വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ഈ സമയത്ത് ഭക്ഷണം പാകം ചെയ്യാനും അതുപോലത്തെ വിഷയങ്ങൾക്കുമെല്ലാം മനുഷ്യൻ ചെലവഴിക്കണം. പിന്നെ എങ്ങനെ മനുഷ്യന് എന്തെങ്കിലും വിഷയങ്ങളിൽ ബർക്കത്തുണ്ടാവോ? കുറെ കിട്ടുന്ന, കുറെ തിന്നുന്ന, ഒതുങ്ങും ബർക്കത്തുണ്ടാവില്ല, കാര്യങ്ങളൊന്നും വിജയിക്കൂല. ഇതിനൊക്കെ പിന്നിലുള്ള ഹേതുബോധം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യേണ്ടുന്ന മര്യാദകൾ ചെയ്യേണ്ടുന്ന രൂപത്തിൽ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. ഓരോന്നിനും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അലി ഖവാസി റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ, ഇന്നല്ലാഹ യുഖസ്സിമുൽ അർസാഖൽ മഹ്സൂസത ബഅദ സ്വലാത്തി സുബ്ഹി വൽ അർസാഖൽ മാനവിയ്യത ബഅദ സ്വലാത്തിൽ അസ്ർ. ശാരീരികമായ ഭക്ഷണത്തെ അള്ളാഹു വിതരണം ചെയ്യാൻ തെരഞ്ഞെടുത്ത സമയം സുബഹി നിസ്കാരത്തിന് ശേഷവും, ആത്മീയമായ ഭക്ഷണം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാനും മറ്റൊക്കെ ചാൻസ് കിട്ടാൻ റമളാനിൽ നാം അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന സമയം അസ്ർ നിസ്കാരത്തിന് ശേഷമാണ്. വലിദാലിക നുഹീന അനിൻ നൗമി ഫീ ഹാദൈനിൽ വഖ്തൈനി. ഈ കാരണം കൊണ്ടാണ് ഈ രണ്ട് സമയങ്ങളിലും ഉറങ്ങുന്നതിനെ തൊട്ട് നമുക്ക് നിരോധനം വന്നിട്ടുള്ളത്. ഈ രണ്ട് സമയവും ഉറങ്ങാൻ പാടില്ല. ഈ രണ്ട് സമയം നമ്മൾ ഫാഖത്തിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിന്റെ ബർക്കത്ത് കിട്ടാനും നിന്റെ ഭക്ഷണം എനിക്ക് കിട്ടാനും ആവശ്യക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പാവമായി നിന്നു കൊടുക്കേണ്ട സമയമാണെന്നാ പറയുന്നത്. ആ സമയത്ത് നമ്മൾ പോയിട്ട് കുശാലായി കിടന്നുറങ്ങും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ശരിക്ക് സജീവമാക്കിയിട്ട് ആ സമയത്ത് പോയിട്ട് കുശാലായി കിടന്നുറങ്ങും. അത്ര ശരിയുള്ള ഏർപ്പാടല്ലാണ്. മാത്രമല്ല ഔസാനിമാം പറയാണ്, അല്ല ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാ, ഇത് മാത്രല്ല വഅയ്ളം ഫിന്നൗമി ബഅദ സുബ്ഹി ഇല്ലത്തുൻ നുഖറ. സുബഹിക്ക് ശേഷം ഉറങ്ങുന്നതിൽ മറ്റ് കാരണവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, അന്നഹു യൂരിസു വജഅൽ ജംബി കമാ ജറബ്തുഹു. അത് പാർശ്വവേദനയെ ഉണ്ടാക്കി തീർക്കും, ഞാൻ പരിശോധിച്ചറിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, എനിക്കങ്ങനെ സംഭവിച്ചിരുന്നു. ഞാൻ ഇശാ നിസ്കരിച്ച് സുബഹി വരെ സ്വലാത്ത് ചൊല്ലി സുബഹിക്ക് ശേഷം ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ എനിക്ക് പാർശ്വവേദന ഉണ്ടായി. കാരണം എന്താന്ന് കിട്ടുന്നില്ല. ഞാൻ എന്റെ ഷെയ്ഖാകുന്ന ഷെയ്ഖ് സ്വാലിഹുൽ മുഹദ്ദിസ് ഷെയ്ഖ് അമീനുദ്ദീൻ ബിൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം എനിക്ക് ഒരു ഹദീസ് തന്നെ ഓതി തന്നു. മൻ വാളബ അലൻ നൗമി ബഅദ സ്വലാത്തി സുബ്ഹി ഇബ്തലല്ലാഹു ബിൽ ബഅജി. സുബഹിക്ക് ശേഷം ഉറങ്ങുന്നതിന് ഒരാൾ പതിവാക്കിയാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഉറക്കാണ് പറയുന്നത്, ഒരാൾ പതിവാക്കിയാൽ ഇബ്തലാഹുല്ലാഹു ബിൽ ബഅജി, അദ്ദേഹത്തെ അല്ലാഹു തആല ബഅജ് കൊണ്ട് പരീക്ഷിക്കുന്ന. ബഅജ് എന്ന് പറഞ്ഞ പാർശ്വവേദന. അങ്ങനെ ഷഹറാനിമാം പറയാ, സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ ഉറങ്ങില്ല, അതിനുശേഷം അപ്പോൾ എന്റെ രോഗവും സുഖായിന. നമ്മൾ പല ഡോക്ടർമാരെടുത്തും പോകും, പക്ഷെ രോഗം മാറൂല. കാരണം അതിന്റെ യഥാർത്ഥ കാരണം മാറണം. യഥാർത്ഥ കാരണം ഡോക്ടർമാരെ മാറ്റൂല. അത് ഈ നൗമു സുബഹിയാണ്. സുബഹിന്റെ സമയത്ത് സുബഹി നിസ്കരിച്ച് കൗമയുടെ സമയത്തുള്ള ഉറക്കാണ്. നോക്കി നിങ്ങൾ, ഇതൊക്കെ നമുക്ക് നിഷേധിക്കാൻ കഴിയോ? ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഫാത്തിമ ബീവിയിൽ നിന്ന്. റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന മുൽതജിഅത്തുൻ. ഞാൻ കിടക്ക, റസൂലുള്ളാഹി എന്നെ കണ്ടു. സുബഹിക്ക് ശേഷം ഞാൻ കിടക്ക. ആ സമയത്ത് റസൂലുള്ളാഹി ഫഹറക്കനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിജ്ലിഹി. അവരൊക്കെ രാത്രിയിൽ ആയാത്താക്കുന്ന ആളുകളാ ഫാത്തിമ ബീവിയൊക്കെ. അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് സ്വല്പം കിടന്നതാ. റസൂലുള്ളാഹി തങ്ങൾ, ഫാത്തിമ ബീവി തന്നെ പറയട്ടെ, ഫഹറക്കനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിജ്ലിഹി. റസൂലുള്ളാഹി കാലുകൊണ്ട് എന്നെ തട്ടി ഉണർത്തി. വഖാല, എന്നിട്ട് പറഞ്ഞു, ഖൂമി ഇശ്ഹദീ റിസ്ഖ റബ്ബികി വലാ തകൂനി മിനൽ ഗാഫിലീൻ. ഫാത്തിമ, എഴുന്നേൽക്കുമോളെ, നിന്റെ റബ്ബിതാ ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയമാണ്, അതിന് നീ സാക്ഷിയാകണം. വലാ തകൂനി മിനൽ ഗാഫിലീൻ. നീ അശ്രദ്ധവാന്മാരിൽ പെട്ടുപോകരുത് മോളെ. ഈ സമയം നീ ദാക്കീയങ്ങളിൽ പെടണം. കാരണം അല്ലാഹു തആല ജനങ്ങളുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ വെളിവാകുന്നത് വരെയാണ്. കണ്ടില്ലേ? അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? അത്രയും പ്രധാനപ്പെട്ട സമയ. ഉറങ്ങണില്ല നമ്മള്, പക്ഷെ നമ്മൾ വേഗം പോകുന്ന അടുക്കളേക്കാ. അതല്ല, ആ സമയത്ത് കുറച്ച് ഖുർആൻ ഓതാ, കുറച്ച് ദിക്ർ ചൊല്ല. നോക്കി നിങ്ങൾ, എത്ര നല്ല മനോഹരമായ ദിക്റാണ് വിർദുൽ ലത്തീഫ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയണം.
ബിർദുൽ ലത്തീഫൊക്കെ ചൊല്ലി എത്ര വലിയ അത്ഭുതങ്ങളാണെന്നറിയോ അതിന്റെയൊക്കെ പിന്നിലുള്ളത്. നമ്മളിവിടെ ഒരു പ്രാവശ്യം എന്റെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു കുട്ടി, ആ കുട്ടി മുട്ടുസൂചി മുണുങ്ങിപ്പോയി. വിവരം ആ മുട്ടുസൂചി വിഴുങ്ങിയപ്പോ അത് കുടലിൽ തറച്ചു നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ആകുന്ന പരിശ്രമങ്ങളൊക്കെ നടത്തി. ഡോക്ടർമാരുടെ കഴിവിന്റെ ചെറിയ മുലക്കുഞ്ഞാണ്, ഒരു നിലക്കും പുറത്തു പോകുന്നില്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ബിർദുൽ ലത്തീഫിന്റെ മഹത്വം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ വെച്ച് കുട്ടികൾ ബിർദുൽ ലത്തീഫ് ചൊല്ലി, നമ്മളെല്ലാവരും ഉസ്താദുമാരും കുട്ടികളെല്ലാം ബിർദുൽ ലത്തീഫിന് ശേഷം ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകണമെന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ കുട്ടിയുടെ മുട്ടുസൂചി വയറ്റിൽ നിന്ന് അത്ഭുതകരമായി മലത്തിലൂടെ പുറത്തുപോയി. ഡോക്ടർമാർ കത്തിയും ഏൽക്കെടുത്ത് റെഡിയായി ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് സംഭവം. ഒരുപാട് അത്ഭുതങ്ങൾ, ഒന്ന് രണ്ടൊന്നല്ല. ബിർദുൽ ലത്തീഫിന്റെ അത്ഭുതങ്ങൾ പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അത്ഭുതത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയ അങ്ങനെയുള്ള നല്ല നല്ല ദിക്റുകളുണ്ട്. ആ ദിക്റുകളും നല്ല നല്ല ആയത്തുകളുമെല്ലാം ഓതി ആ സമയം സൂര്യോദയം വരെ ധന്യമാക്കാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ നമുക്ക് പ്രാതലുണ്ടാക്കാനും മറ്റുമെല്ലാം സൗകര്യക്കുറവുണ്ടാകും. ആ സമയത്തിന് പിന്നീട് സമയത്തിന് ഇടുക്കം വരുമെന്നുള്ളത് കൊണ്ട് നേരത്തെ മറ്റു വല്ല സമയങ്ങളിലും പാചകം ചെയ്ത് വെക്കാൻ പറ്റിയ പാത്രങ്ങളോ ഉപകരണങ്ങളോ വാങ്ങുന്നതിൽ നല്ല കരുത്ത് കിട്ടാനുള്ള ഒരു നിയ്യത്ത് എന്നുള്ള നിലക്കാണ് ഞാനത് സൂചിപ്പിച്ചത്. ഞാൻ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിന്റെ ഓരോ വിഷയങ്ങളും, ഇത് മാത്രമല്ല ഓരോ വിഷയങ്ങളും, നമ്മുടെ മതില് കെട്ടാണ്, നമ്മുടെ വീട്ടിന് ചുറ്റുമതിൽ കെട്ടാണ്. നമുക്ക് എന്തെല്ലാം കരുതാൻ പറ്റും. ഞാനിപ്പോൾ എന്റെ വീട്ടിന് എന്റെ കുട്ടികള് പ്രായപൂർത്തിയായി, അവർക്ക് കുറച്ച് പെൺകുട്ടികൾ, അവരെ ഇനി അന്യ പുരുഷന്മാർ കാണുന്നത് പ്രയാസമാണ് എന്ന് തോന്നുമ്പോൾ അവർക്കാവശ്യമായ ഹിജാബ്, വെറും ഇങ്ങനെ ഹിജാബ് മുഖം മൂടി ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് മാത്രം ഹിജാബ് ആവില്ല, വീട്ടിലും ഹിജാബ് സൃഷ്ടിക്കണം. അപ്പൊ ഹിജാബിന് വേണ്ടി നാം മറ സൃഷ്ടിച്ചു, മറ കെട്ടി ഹിജാബ് എന്ന ലക്ഷ്യത്തിൽ. എത്ര നല്ല പ്രവർത്തനമാണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ മതിലിട്ടാന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തനമാണ് വിചാരിച്ചത്, അല്ല. അത് വലിയ ഭാഗത്ത് ഒരുപാട് നൽകാര്യങ്ങൾ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റും. ഓരോ വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഐദുറസ്ലാം പാപ്പൻ ഈ കിതാബുന്നിയാത്തിൽ കട്ടൻ ചായ കുടിക്കണതിന്റെ നെയ്യത്തൊക്കെ എണ്ണി പോയിക്കാം. 4, 5, 6 നെയ്യത്തുകളുണ്ട്. വിവാദത്തുകൾക്ക് ഉന്മേഷം കിട്ടുക, മനസ്സിന് ഫ്രീ കിട്ടുക, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതുകൊണ്ട് ലക്ഷ്യം വെച്ച് എനിക്ക് കൃത്യമായി മുഴുവൻ ഓർമ്മയില്ല. അതൊക്കെ വലിയ ആരാധനകളാ. വസാരിമാൻ പറഞ്ഞില്ലേ സഹോദരന്മാരെ, ചിലപ്പോൾ ഖുർആൻ ഓതുന്നതിനേക്കാളും പവറ് ചിലപ്പോൾ നാം പുറത്തേക്കിറങ്ങി ഓടുന്നതിനും ചാടുന്നതിനൊക്കെ ഉണ്ടാവും. വസാരിമാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ, എന്താ ഇയാൾ പറയുന്നത്, ഖുർആൻ ഓതുന്നതിനേക്കാളും കൂലി ഓടുന്നതിനോ? അത് ഭാഗികമായി കേട്ടാ പോരാ, മുഴുവനും കേൾക്കണം. എന്തെങ്കിലും പറഞ്ഞുകൊടരുത്. ആ പറഞ്ഞതിന്റെ വിവക്ഷ എന്താണെന്നറിയോ? ഉറക്കും ഇങ്ങനെ ഖുർആൻ ഓതുക, ഇങ്ങനെ ആ തൂക്കോടുകൂടെ ഖുർആൻ ഓതിയാൽ ഖുർആനെ അനാദരിക്കലാണ്, ആദരിക്കലല്ല. ഖുർആനോടിനെ ഉറക്കു തൂങ്ങിക്കൊണ്ട് ഖുർആൻ ഓതല്. ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങും, ആ കുറച്ച് പോയി ഉറങ്ങ. നല്ല സമയത്ത് നശാത്തോടുകൂടെ വന്ന് നിസ്കരിക്കും. താജ് നിസ്കരി ഉറക്കും ഇങ്ങനെ താജ് നിസ്കരിക്കുന്ന കാര്യം നമുക്ക് നല്ല നീയത്തിന്റെ കൂലി കിട്ടും. ഇങ്ങനെ ബേജാറാണ്ട ആവശ്യം, കൂലി കിട്ടും. പക്ഷെ ഉന്മേഷത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യാം. ഉറക്കം ഊങ്ങിക്കൊണ്ട് നിസ്കരിച്ചാല് നമ്മള് വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുക്കാറ എന്താ നിരോധിക്കാനുള്ള കാരണം? നിങ്ങൾ മസ്താന്മാരായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ചെല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അള്ളാനെ മധു പറയില്ല, അള്ളാനെ ദമ്മായി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് സ്വർഗം പറയുന്നിടത്ത് നരകം പറഞ്ഞു, നരകം പറയുന്നിടത്ത് സ്വർഗം പറഞ്ഞു. എനിക്ക് ആഫിയത്ത് കൊണ്ടാകുന്നിടത്ത് ആഫിയത്ത് വേണ്ടാന്ന് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോ. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു ബോധത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നിസ്കരിക്കാന്, എനിക്ക് ഖുർആൻ ഓതാന് ഞാനിപ്പോ കുറച്ച് ഫ്രഷ് ആകട്ടെ, കുറച്ച് പുറത്തു പോട്ടെ, ഞാനൊന്ന് ഓടട്ടെ, ഞാനൊന്ന് ചാടട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് വല്ലാത്ത ഫലമുള്ള കാര്യമാ. എന്താ അവന്റെ നിയ്യത്ത്? അവൻ ഓടുന്നതിന്റെയോ ചാടുന്നതിന്റെ പിന്നിലുള്ള നിയ്യത്ത് ഓട്ടം ചാട്ടുമല്ല, കളിയല്ല, വിനോദമല്ല. പിന്നെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുക, മനസ്സിന് റാഹത്തുണ്ടാക്കുക. അത് മുഖേന ഇനി ചെയ്യാൻ പോകുന്ന ഖുർആൻ പാരായണവും ദിക്റുകൾക്കും ഉന്മേഷം ഉണ്ടാക്കുക. നല്ല നിയ്യത്താണ്. ഇതൊക്കെ മഹാന്മാരെ പഠിപ്പിക്കുന്ന നിയ്യത്തുകളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ സാധാരണ കാര്യങ്ങൾക്ക് നല്ല നിയ്യത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുക. നോക്കി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മഹാന്മാർ പറഞ്ഞു യുക്കബിൽ ബദന,
ശരീരത്തിന് ശക്തി സംഭരിക്കണം, എന്നിട്ട് വേണം എനിക്ക് ആരാധന നിർവഹിക്കാൻ. ചില ആളുകൾക്ക് പിന്നെ പോകാനും വരാനും ഓടാനും ചാടാനും ഒക്കെ കഴിയൂല. അതൊക്കെ ചിലപ്പോൾ സംഘടനാ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ടാവും. എത്രയോ ആളുകളുണ്ട് ആരോഗ്യം കൊണ്ട് ദീനിന് എത്ര വലിയ നേട്ടം കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലൊന്നല്ല. നമ്മൾ വിചാരിച്ചതെന്താ, ഒരു മനുഷ്യൻ ഇങ്ങനെ ആരോഗ്യമില്ലാതെ ഇങ്ങനെ നിൽക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ, നബി തങ്ങൾ പറഞ്ഞ അങ്ങനെയാ. ആരോഗ്യമുള്ള മുഅ്മിനിനെ അല്ലാഹു തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം നോക്ക് നിങ്ങൾ, ആരോഗ്യം കൊണ്ടാണ് നമ്മുടെ സമുദായത്തിന്റെ ഈ നിലക്കുള്ള ഉയർച്ചയുടെ ഒരു പ്രധാന കാരണമായി ആരോഗ്യം നിന്നിട്ടില്ലേ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ. എന്താ ഉമറൈനിക്കുള്ള പ്രത്യേകത? ശാരീരികമായ കഴിവുകളാ. അന്ന് ഈമാനില്ല. രണ്ട് ഉമറുകളിൽ നിന്ന്, ഒന്ന് അബൂജഹലും ഒന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർക്കുള്ള ശക്തി, ശാരീരികമായ ശക്തി, കായിക ബലം, അതിന്റെ പിന്നിൽ ഒരുപാട് അനുയായികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ കായിക ബലത്തിന്റെ പേരിൽ. ആ കായിക ബലം ഉക്കാദ ചന്തയിൽ നിന്ന് ശത്രുക്കളെ മലർത്തിയടിച്ച് എല്ലാ വർഷവും വീരചരിത്രം സൃഷ്ടിക്കുന്ന നേതാവായിരുന്നു ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കായിക ബലം പിന്നീട് ഇസ്ലാമിന് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ദീനിനും നേട്ടം കിട്ടാൻ ഞാനൊന്ന് ശാരീരികമായി ശക്തിപ്പെടുന്നു, പുഷ്ടിപ്പെടട്ടെ എന്ന് തീരുമാനിച്ചിട്ട് അമിതമായി ഭക്ഷണം കഴിക്കലല്ല, ആവശ്യമായ ഭക്ഷണം കഴിക്കൽ. അതൊക്കെ റമളാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കുക നല്ല ഇബാദത്താണ്, നല്ല നീയത്താണതെല്ലാം. വെറും രസവും തമാശയും വിനോദവും ആകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ആഖിറത്തിൽ നേട്ടം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കി നിങ്ങൾ, ഇത് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞിങ്ങനെ പോവുക. വലിയ രസകരമായ വിഷയങ്ങളാ. നമ്മള് ശാരീരികമായ ശേഷി ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ രീതിയിൽ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ശാരീരികമായ ശേഷി വേണ്ടേ? ശാരീരികമായ ശേഷി ഇല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയോ? ആർക്കാൻ കഴിയോ? ജോലി ചെയ്യാൻ കഴിയില്ല. ശാരീരികമായി നല്ല കെൽപ്പുള്ള ആളാ. അവന് സാധാരണ ഒരു കല്ലെടുക്കുന്ന ആൾക്ക് അവന് രണ്ട് കല്ലെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവന് വരുമാനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. വരുമാനത്തിൽ നേട്ടമുണ്ടാക്കലും തൊഴിലുകളും ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നായകന്മാരായി രംഗത്ത് വന്ന അമ്പിയാക്കന്മാർ പോലും വലിയ വലിയ കായിക ശേഷിയുള്ള വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട മഹാന്മാരായിരുന്നു. അത് ഹദീസുകളിൽ കാണാൻ കഴിയും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞത്, കാന ദാവൂദ് അലൈഹി സ്വലാം ലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കൈത്തൊഴിൽ, സ്വന്തം ഉപജീവനത്തിന് താൻ തൊഴിൽ ചെയ്ത, തന്റെ കഠിനാധ്വാനം കൊണ്ട് തൊഴിൽ ചെയ്തതിന്റെ വേതനം കൊണ്ടാണ് താൻ കഴിഞ്ഞിരുന്നതെന്ന. അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒന്നാം നമ്പർ എന്താ പറയുക, വെൽഡറ, ഫിറ്ററ എന്ന അങ്കി ഉണ്ടാക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന് എന്തൊക്കെ വേണോ ബഹുമാനപ്പെട്ടവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാര്യം കാണാൻ കഴിയും. മഹാനവറുകൾ തന്റെ കൈകൊണ്ട് അമൽ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അതിന്റെ മുഖേനയല്ലാതെ കൈത്തൊഴിലിലൂടെയല്ലാതെ അദ്ദേഹം ആഹരിച്ചിരുന്നില്ലാണ്. നമ്മൾ വിചാരിച്ചെന്താണ്, അവരൊക്കെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തരും വിചാരിച്ചിട്ട് ഒരു കസേരട്ടിരുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നബി തങ്ങൾ പറയുന്നു, കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറാണ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി ഒരു കാർപ്പന്റർ ആയിരുന്നു. മോശമുള്ള പണിയാ, നിയ്യത്ത് ശരിപ്പെടുത്തണമെന്ന് മാത്രം. ഒന്നാം നമ്പർ കാർപ്പന്റർ ആയിരുന്നു, ആശാരിയായിരുന്നു സക്കരിയ നബി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, മാ അകല അഹദുൻ ത്വാമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം കൈത്തൊഴിലിലൂടെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണം ഒരു മനുഷ്യനും കഴിച്ചിട്ടില്ല. നബി തങ്ങൾ പറയാ, സ്വന്തം കൈത്തൊഴിലിലൂടെ, സ്വന്തം അധ്വാനശീലത്തിലൂടെ സമ്പാദിക്കുന്ന മുതൽ കൊണ്ട് ഭക്ഷണം വാങ്ങി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായി ഒരാളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതിനേക്കാൾ അപ്പുറം ഞാൻ എന്താ പറയേണ്ടത്?
അതിനേക്കാൾ വലിയൊരു ഭക്ഷണം, ഉത്തമമായ ഭക്ഷണം ഒരാൾ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ തസവുഫിന്റെ ആത്മീയതയുടെ വിലായത്തിന്റെ ഏറ്റവും വലിയ സോപാനത്തിൽ ഇരുന്ന് വിലസുന്ന ഹബീബായ മുത്തുനബിയാണ് പഠിപ്പിക്കുന്നത്. തൊഴിൽ മോശമുള്ള പണിയല്ല, അത് മനുഷ്യന് വലിയ നേട്ടമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ദുന്യാവില്ലാതെ ആഖിറ ഉണ്ടാക്കാൻ കഴിയോ? ഏത് വിഷയത്തിലാ കഴിയ? നിക്കരിക്കണമെങ്കിൽ ഔറത്ത് മറക്കണ്ടേ, ഔറത്ത് മറക്കണമെങ്കിൽ വസ്ത്രം വാങ്ങണ്ടേ, വസ്ത്രം വാങ്ങണമെങ്കിൽ കാശ് വേണ്ടേ? കാശ് കാശൊരിക്കലും മോശമല്ല. മഹാന്മാരായ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. നോക്കി നിങ്ങള്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മഹല്ലി റളിയല്ലാഹു അൻഹുവിന് വീട്ടുപകരണങ്ങളുടെ വീട്ടു സാമഗ്രികളുടെ കച്ചവടമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ലവാഖി നോക്കിയാൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഷാറാനി ഇമാമിന്റെ ഉസ്താദ് അലിൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ സാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണുകൾ ഉണ്ടായിരുന്നു. ആ ഗോഡൌണുകൾ മഹാനവറുകൾ ബിസ്മി ചൊല്ലിട്ട് തുറക്കുന്ന നിയ്യത്ത് വരെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. കച്ചവടപ്പീഡിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു നഫ്അ ഇബാദിക യാ അല്ലാഹ്. അദ്ദേഹം പീഡിയ തുറക്കുമ്പോ പീഡിയ മുറി തുറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്ന അതിന്റെ നിയ്യത്ത് വെക്കുന്ന രൂപമാണ് മഹാനായ ഷറാനി ഇമാം ശിഷ്യം പറയുന്നത്. എന്താ പറയുന്ന അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു നഫ്അ ഇബാദിക യാ അല്ലാഹ്. നിന്റെ അടിമകൾക്ക് ഉപകാരം കിട്ടാൻ ഞാൻ ഇതാ കരുതിയിരിക്കുന്നു റബ്ബേ. കണ്ടില്ലേ എത്ര വലിയതാ? മോശമുള്ള പണിയല്ല. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ മഞ്ചേശ്വരത്ത് നിന്ന് ഒരിക്കല് ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള, സുബ്ഹാനല്ലാഹ്, ബോംബെയിൽ നല്ല കച്ചവടവും മറ്റൊക്കെയാണ്. ഒരു ദിവസം ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ നല്ല വെറ്റിലി അടക്കി തിന്ന് ചുണ്ടൊക്കെ ചുവന്നിങ്ങനെ വെറ്റിലടക്ക് തുപ്പിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അല്ല എപ്പോഴും ഞാനിപ്പോ ഉസ്താദ് പോകലില്ല, ബോംബെക്ക് പോകലില്ല. എന്ത്? ഒന്നുമില്ല ഉസ്താദ്, എന്ത് ദുനിയാവ്, ഞാൻ ദുനിയാവ് മറ്റും എനിക്കൊരു സുഖം തോന്നുന്നില്ല. അപ്പൊ മൂപ്പരിപ്പോ ദാക്കിറാണ്, അയാളിപ്പോ ദാക്കിറായി പോയിട്ടുണ്ട്. ഇതെന്ത് ദാക്കിറ, എന്ത് ദിക്റാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. അതിനൊക്കെയുള്ള മരുന്ന് വേറെ പലതുമാണ്. സ്വന്തം ഭാര്യക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുന്നത് പോലെയുള്ള ഇബാദത്തുകൾ ഏതാണല്ലോ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ, ഇതൊക്കെ നമുക്ക് പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാണ്. മർറ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫറആ അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാത്തിഹി. ഒരു മനുഷ്യൻ നബിത്തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്നതിനരികിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം നല്ല കായിക ബലമുള്ള ആളാണ്, നല്ല സന്തോഷവാനാണ്, നല്ല ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇത് കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. എത്ര നല്ല കായിക ബലമുള്ള ആളാണ്, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ. സ്വഹാബത്ത് പറയാ, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ എന്നാണ്, ഇയാൾ നമുക്ക് യുദ്ധത്തിനെല്ലാം കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങനെ പറയുമല്ലോ, ഓ പഠിച്ചോനെ നല്ലൊരു തിരക്കട് ഇവനൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നല്ല ഉപകാരമായിരുന്നു, അവന് അങ്ങനെ ഇപ്പോയല്ലോ അങ്ങനെ ഇപ്പോയല്ലോ അങ്ങനെ പറയുമല്ലോ. ഇതേപോലെ ഇയാള് നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിക്കണേ. ആ സമയത്ത് നബി തങ്ങൾ പറയാണ്, ഇൻ കാന ഖറജ യസ്ആന ബിൽദത്തിൻ സിഗാരിൻ ഫഹുവ ഫീ സബീലില്ലാഹ് വഇൻ കാന ഖറജ യസ്ആന അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ് وإن كان خرج يسعى على نفسه يعفها فهو في سبيل الله وإن كان خرج يسعى رياء ومفاخرة فهو في سبيل الشيطان. എത്ര വലിയ സൗന്ദര്യത്തിന്റെ മതമാണ് നമ്മുടെ ഇസ്ലാം മതം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, തസവുഫിന്റെ ഈറ്റില്ലമായ വിലായത്തിൻ കുബറയുടെ കൊടുമുടിയായ ആ പുണ്യ നേതാവിന്റെ ആ ഷറഫാക്കപ്പെട്ട നാവിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദേശം എത്ര വലുതാണെന്നറിയോ?
ഈ കായിക ബലമുള്ള ഈ മനുഷ്യന്റെ കായിക ശക്തി, ശാരീരിക ബലം ഇസ്ലാമിന് കിട്ടിയിരുന്നെങ്കിൽ, ഫീസബീലില്ല കിട്ടിയിരുന്നെങ്കിൽ എന്ന കൊതി പറഞ്ഞ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, ഇൻകാന ഖറയസ്ആനാബിൽബത്തിൻസിറാരിൻ, ചെറിയ പിഞ്ചു മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണോ ആ മനുഷ്യൻ പുറപ്പെട്ടത്? എന്നാൽ അത് ഫീസബീലില്ലയാണ്, അത് സബീലില്ലയാണ്, അത് അല്ലാഹുവിന്റെ മാർഗമാണ്. وإنكان خرج يسعى أبوين شيخين كبيرين فهو في سبيل الله. പ്രായമേറെയായി നിൽക്കുന്ന വൃദ്ധകളാകുന്ന മാതാപിതാക്കളെ അവർക്ക് വിരുന്നൂട്ടാനും അവർക്ക് ഭക്ഷണം നൽകാനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാണോ ഇയാൾ എങ്കിൽ അവൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. വഇൻകാന ഖറജ യസ്ആനാ നഫ്സി യുഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം ശരീരത്തിന്റെ ഭക്ഷണവും സൗകര്യങ്ങളും സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കണ്ട എന്ന് തീരുമാനിച്ച് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ പുറപ്പെട്ടവനാണോ എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. കണ്ടോ? അതേ സമയത്ത് വഇൻകാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറ, പ്രൗഢിക്ക് വേണ്ടിയും ലോകമാന്യത്തിന് വേണ്ടിയും ആളുകളുടെ ഇടയിൽ വലിയ ആളാകാൻ വേണ്ടിയാണോ പുറപ്പെട്ടത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അവൻ പിശാചിന്റെ പാർട്ടി, അവൻ പിശാചിന്റെ വഴിയിലാണ്. ഒന്നേ വിത്തൗട്ട് ചെയ്യേണ്ടുള്ളൂ. റസൂലുള്ളാഹി എണ്ണിയതൊക്കെ പള്ളിയുടെ അകത്തെ പള്ളിക്ക് മുസല്ല വിരിക്കാൻ പോയ കഥല്ല അതിൽ എണ്ണിയത്. അത് ഏറ്റവും ഉദാത്തമായ പ്രവർത്തനമാണ് അല്ല എന്നല്ല പറയുന്നത്. നമ്മൾ അവഗണനയുടെ കണ്ണോട് കൂടെ കാണുന്ന നമ്മുടെ സാധാരണ വീട്ടുജോലികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാര്യങ്ങൾ, നാടൻ വിഷയങ്ങളൊന്നും ആഖിറത്തിൻ്റെതല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ കസബ റജുലു കസ്ബൻ അത്യബ മിൻ അമലി യദിഹി വമാ അൻഫഖ റജുലു അലാ നഫ്സിഹി വഅഹ്ലിഹി വവലദിഹി വഖാദിമിഹി ഫഹുവ സദഖ. ഒരു മനുഷ്യനും ഏറ്റവും സുന്ദരമായ ഒരു ജോലി, ഒരു ജോബ്, സ്വന്തം കൈത്തൊഴിലിനേക്കാൾ ഉഷാറുള്ളൊരു ജോബ് ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. വമാ അൻഫഖ റജുലു അലാ നഫ്സിഹി വഅഹ്ലിഹി വവലദിഹി വഖാദിമിഹി, ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിനും അവന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സേവകന്മാർക്കും ചെലവഴിക്കുന്ന ചെലവഴിക്കലെല്ലാം ഫഹുവ സദഖ, അത് സ്വതക്കയാണ് കേട്ടോ. ചില ആളുകൾ വിചാരിച്ചത് സ്വതക്കാന്ന് പറഞ്ഞാല് വേറെ ഒരിക്കെങ്കിലും കൊടുത്താലേ സ്വതക്കാവുള്ളൂ, സ്വന്തം ഭാര്യക്കോ മക്കൾക്കോ കുടുംബത്തിനോ കൊടുത്താൽ സ്വതക്കാവില്ല. എന്തൊരു തെറ്റിദ്ധാരണയാണ്. നിയ്യത്ത് വെച്ച് കൊടുക്കൂ സഹോദരന്മാരെ, അതൊക്കെ വലിയ ആരാധനകളാണ്. വ്യക്തമായ ഹദീസാണ് നമ്മളിവിടെ വായിക്കുന്നത്. നോക്കി നമ്മള് രാവിലെ മുതൽ തൊഴിലിന് പോയി കഷ്ടപ്പെട്ടൊരു മേസൻ, ഒരു കൽപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു കൂലിത്തൊഴിലാളി, അല്ലെങ്കിൽ ഒരു പൂഴിത്തൊഴിലാളി, പലതുണ്ടല്ലോ. ഈ തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുഴങ്ങി ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് വരുന്ന ഫോട്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നില്ലേ? എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യൻ എത്ര ഭാഗ്യശാലിയാണെന്നറിയോ? എന്തുകൊണ്ട്? മഹാനായ ഇമാം തുബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ അംസാ ഖാലൻ മിൻ അമലി യദിഹി അംസാ മഗ്ഫൂറൻ ലഹു. തൊഴിലെടുത്തുകൊണ്ട് ക്ഷീണിതനായി വൈകുന്നേരം മടങ്ങി വരുന്ന മനുഷ്യൻ അംസാ മഗ്ഫൂറൻ ലഹു, ദോഷങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടാണ് അവൻ സായാഹ്നത്തിൽ മടങ്ങി വരുന്നത്. എന്താ നമുക്ക് നിയത്തിച്ചാല്, പടച്ചോനെ ഞാൻ പോകുന്നത് എന്റെ കുട്ടികളെ പോറ്റാനാ, എന്റെ പ്രായമുള്ള ഉപ്പാനെ പോറ്റാനാ,
ഉപ്പനും ഉമ്മനും കുട്ടികളെയൊക്കെ പോറ്റിയതിനു ശേഷം പിന്നെയും ബാക്കി സ്വത്തുണ്ടാവുന്നൂട്ടാ പള്ളിക്ക് കൊടുക്കാനാ, കരുതിക്കോളി. മുത്താലിമീങ്ങൾ ഉണ്ടാക്കാനാ, നാട് നന്നാക്കാനാ, റോഡ് വെട്ടാനാ, ഒക്കെ വലിയ കാര്യങ്ങളാ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇന്ന് സൗകര്യം ഇല്ലെങ്കിൽ പിന്നീട് സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ മുഷിപ്പുണ്ടാകാൻ ഞാൻ മതി. ഇതെന്താ ഇയാൾ നിയ്യത്തിൽ തന്നെ മാറാത്തതെന്ന് തോന്നിപ്പോകരുത്. അത് അങ്ങനത്തെ വിഷയമായതുകൊണ്ടാണ് ഞാൻ മാറാത്തത്. അങ്ങനെയാണ്, അത്രയും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ മട്ടത്തിലാകണം മാത്രം, ശറഅ് കൽപ്പിച്ച രൂപത്തിലാകണം. ശറഅ് കൽപ്പിച്ച ബൈഉൻ മബ്റൂർ. നിങ്ങൾ നോക്കി, കച്ചവടം എത്ര നല്ല ബിസിനസ്സാണ്. ഏറ്റവും അഫ്ളലുൽ കസ്ബാണ്, ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിലാണ് ബൈഉൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ചോദ്യം വന്നില്ലേ, അഫ്ളലുൽ കസ്ബ് എന്താണ്, ഏറ്റവും നല്ല തൊഴിൽ ജോബ് ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജോബ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു, ബസ്സാർ റളിയല്ലാഹു അൻഹു, തുബ്രാനി റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഫ്ളലുൽ കസ്ബി, ഏറ്റവും ഉത്തമമായ ജോബ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഫഖാല ബൈഉൻ മബ്റൂർ വ അമലുർ റജുലി ബിയദീ, മബ്റൂറായ ഗുണകരമായ കച്ചവടമാണ്. ബിസിനസ് നല്ല ബിസിനസ് ആകണം, പൂഴ്ത്തിവെപ്പില്ല, തട്ടിപ്പില്ല, വെട്ടിപ്പില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയണം. കച്ചവടത്തിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നതിനെ കുറിച്ച് സൗകര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ഇല്ലാതിരിക്കുന്ന കച്ചവടത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്കാണ് നിബിധങ്ങൾ ഉപയോഗിച്ചത്, മബ്റൂർ. മബ്റൂറായ കച്ചവടം. എല്ലാം ഞാൻ കാര്യം ഡേഞ്ചറാ. അത് മുത്തഫിഫീൻ സൂറത്ത് തുടങ്ങണ തന്നെ അങ്ങനെ, കച്ചവടക്കാരെ കുറിച്ചാ. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും വവ്സനുഹും യുഖ്സിറൂൻ. സൂറത്തുൽ മുത്തഫിഫീൻ തുടങ്ങണ തന്നെ അങ്ങനെ. ഞാൻ ആ ഭാഗത്ത് ഇപ്പം കിടക്കുന്നില്ല. വെട്ടിപ്പിന്റെ കൗമ്, അങ്ങനെ കച്ചവടം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി മാറിപ്പോയി. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബൈഉൻ മബ്റൂർ. മബ്റൂർ എന്ന വാക്കിൽ ഒതുക്കി റസൂലുള്ളാഹി ഇവിടെയുള്ള എല്ലാ തട്ടിപ്പ് കച്ചവടവും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മബ്റൂറായ കച്ചവടം, വ അമലുർ റജുലി ബിയദിഹി, ഒരു മനുഷ്യൻ തന്റെ കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതോളം ഏറ്റവും അഫ്ളലായ കസ്ബ് വേറെ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മളൊന്ന് ഇറങ്ങി നോക്ക്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രവാസി ജീവിതം നയിക്കുന്ന എത്ര വില കൂലി കിട്ടുന്ന കാര്യ. എന്ത് വേണം? ഒരുപാട് നിയ്യത്തുകള്. നാട്ടിൽ നിന്നൊരു ലെറ്റർ വന്നാല് ആ ലെറ്ററിൽ സമ്മർദ്ദത്തിന് വാങ്ങിക്കൊണ്ട് കാശയച്ചു കൊടുത്ത് നമ്മൾ കൂലി നഷ്ടപ്പെടുത്തരുത്. പ്രവാസികൾക്ക് ഒരുപാട് ചാൻസുകളുണ്ട്. അതൊക്കെ നല്ല രൂപത്തിൽ ഒരു സെറ്റപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആ രൂപത്തിൽ കാര്യങ്ങളായിത്തീരണം. അർഹമുർ-റഹീമീനായ റബ്ബ് നമുക്കതിനൊക്കെയുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല രൂപത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കുക ഒരു മനുഷ്യൻ. നിയ്യത്തിങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളിലെല്ലാം മൃദുത്വം പാലിച്ച് വളരെ നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ അറിയാതെ അവന് പവർ വർദ്ധിക്കുന്നു, അവന് കൂലി വർദ്ധിക്കുന്നു. അവന് നിയ്യത്ത് കൊണ്ട് കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫയസീറു ബിഹാ മിൻ മഹാസിനിൽ ഖുർബാത്തി വയനാലു ബിഹാ അഅലദ് ദറജാത്ത്. ഉസാരി ഇമാം പറഞ്ഞത് എങ്ങനെയാ? സാധാരണ എന്ന് കരുതിക്കൊണ്ടുള്ള നമ്മളുടെ കർമ്മങ്ങളൊക്കെ എന്താക്കും? മഹാസിനുൽ ഖുർബാത്തിൽ പെടും, ഉന്നതമായ നല്ല നല്ല ആരാധനകളിൽ പെടും. ഇതൊക്കെ നിയ്യത്ത് കൊണ്ടായിത്തീരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആരാധനയായി മാറാണ്. ഇതൊന്നും മോശപ്പെട്ട വിഷയം. ഇതിനെന്ത് വേണമെന്നറിയോ? നമ്മുടെ റഡാർ ആഖിറത്തിലേക്ക് തുറന്നെക്കണം. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിയ്യത്ത് ഇങ്ങനെ കടന്നു വരണം. നമ്മൾ സ്പീഡാണല്ലോ, പല പ്രവർത്തനവും സ്പീഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയ്യത്ത് ഇങ്ങനെ ആലോചിച്ച് വെക്കാൻ സമയം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. അതിന് കുറച്ച് നമ്മൾ റഡാർ ആഖിറത്തിലേക്ക് തുറന്നു വെക്കണം. അത് ഇൻഷാ അല്ലാഹ് അന്നിയ്യത്തു ലാ തദ്ഖുലു തഹ്തൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തെ നിയ്യത്തിന്റെ കാര്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത് എവിടെയാണെന്നറിയോ? ആ നിയ്യത്ത് നല്ലതായി കിട്ടാൻ ആവശ്യമായ മാനസികമായ തയ്യാറെടുപ്പ്. അത് എന്താണ്? ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഒരു ദിവസം ഉണ്ടാവും. എങ്ങനെയാണ് നാം അറിയാതെ തന്നെ നിയ്യത്തുകൾ നന്നായി കിട്ടൽ എങ്ങനെ? അത് വേണമല്ലോ, അതൊരു തൗഫീഖാണല്ലോ. അതിനുള്ള വഴികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ വരുമ്പോൾ നാം നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് സന്തോഷപൂർവ്വം നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം.
സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ആ നിലയ്ക്ക് നാം കായിക ശേഷിയുള്ളവരാകാൻ വേണ്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് കുടുംബം പോറ്റാൻ, നാട് നന്നാക്കാൻ, സമൂഹത്തെ സമുദ്ധരിക്കാൻ ഞാൻ കാശ് ഉണ്ടാക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ഒരാൾ കാശുണ്ടാക്കാൻ രംഗത്തിറങ്ങിയാൽ അത് മോശമായ പണിയല്ല. ചില ആളുകൾക്ക് തോന്നിപ്പോകും, കാശ് എന്ന് കരുതല് മോശല്ലേ, കാശ് എന്ന് കരുതല് മോശല്ലേ. സഹോദരന്മാരെ, തെറ്റിദ്ധരിക്കരുതേ. കാശ് മോശമാകുന്നത് എപ്പോഴാണ്? അത് എപ്പോഴാണ് കാശ് മോശമാകല്? കാശ് നിരുപാധികം മോശമല്ല. കാശ് മോശമാകുന്നതും മോശമാകാത്തതും രീതികൾ നമ്മൾ പഠിച്ചു വെക്കണം. മഹാരഥന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഷാറാനി ഇമാമ തന്നെ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, തംബീഹുൽ മുഖ്തരീൻ അവാഖിറുൽ ഖർനിൽ ആശിരി അലാ മാ ഖാലഫു ഫീഹി സലഫഹും അത്താഹിർ. അവസാന കാലഘട്ടത്തിൽ വരുന്ന ചണ്ടികളായ നമ്മള് മുൻഗാമികളോട് പല വിഷയത്തിലും എതിരായിരിക്കുന്നു, ചതിയിൽ കുടുങ്ങിപ്പോയവരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എണ്ണി. എന്നിട്ട് മുൻഗാമികളുടെ സ്വഭാവം ഇന്നതെല്ലാമായിരുന്നു, നമ്മുടെ സ്വഭാവം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്ന് ക്രമാനുക്രമമായി പറഞ്ഞു വരികയാണ്. പക്ഷേ മുൻഗാമികളുടെ സ്വഭാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു സ്വഭാവം കേട്ടോളൂ. വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു അൻഹും മഹബ്ബത്തുൽ മാലി ലിൽ ഇൻഫാഖി ലാ ലിൽ ഇംസാക്. മുൻഗാമികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് സമ്പത്തിനെ അവർ ഇഷ്ടപ്പെടുന്നു, ലിൽ ഇൻഫാഖി ചെലവഴിക്കാനാണ്, ലാ ലിൽ ഇംസാക്കി പിശുക്കാനല്ല. ചെലവഴിക്കാൻ, കുടുംബത്തിന് ചെലവഴിക്കാൻ, അയൽവാസികൾക്ക് ചെലവഴിക്കാൻ, നാട്ടുകാർക്ക് ചെലവഴിക്കാൻ, വിഷമിതർക്ക് ചെലവഴിക്കാൻ, പാവപ്പെട്ടവർക്ക് ചെലവഴിക്കാൻ, ഇങ്ങനെ സമ്പത്ത് നല്ല വഴികളിൽ ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തിനെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു, പിശിക്കാൻ വേണ്ടിയല്ല. കണ്ടില്ലേ നിങ്ങള്? മാത്രമല്ല വതഖദീമുഹുൽ ഖൗഫ് മിനൽ ഹാജത്തി ഇലന്നാസി അലാ ഖൗഫിൽ ഹിസാബി മിൻ ജഹത്തി ദാലിക്കൽ മാലില്ലദീ റുബ്ബമാ ദഖലതു ശുബ്ഹാ. ശരിക്ക് ശ്രദ്ധിക്കണേ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശരിക്ക് ശ്രദ്ധിക്കണം. തസവുഫിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു പോകരുത്. മഹാനവറുകൾ പറയാണ്, രണ്ട് പേടികൾ ഒരു മനുഷ്യനുണ്ടാകുമെന്ന് ജനങ്ങളിലേക്ക് ഞാൻ ആശ്രയിച്ചു പോകരുത് എന്നൊരു ഭയമുണ്ട്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ ജനങ്ങൾ തരണം, ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമായി പോകുന്ന സ്വഭാവം, ഇത് എല്ലാവരും പേടിക്കണം. ഈ പേടിയും ഞാൻ സ്വത്തുണ്ടാക്കുമ്പോൾ ആ സ്വത്ത് അത് മോശമായ വഴിയിലൂടെ ആയിപ്പോകുമോ എന്ന പേടിയും, ഈ രണ്ട് പേടിയും കൂടെ വരുമ്പോൾ ഞാൻ സമ്പത്ത് സ്വരൂപിക്കുമ്പോൾ അത് മോശമായ വഴിയിലായി പോകുമല്ലോ എന്ന് പേടിച്ച് മാറി നിൽക്കുന്നതിനേക്കാളും നല്ലത് ജനങ്ങളിലേക്ക് താൻ ആവശ്യമായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൻ സമ്പത്ത് ഏതെങ്കിലും നിലക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തലാണ്. കണ്ടില്ലേ? ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു ആരാണ് സഹോദരന്മാരെ? വലിയ മഹാനാണല്ലോ. മഹാനവറുകൾ പറയാണ്, ലഅൻ ഉഖല്ലിഫ ബഅദി 40,000 ദീനാരിൻ ഉസ്അലു അൻഹാ യൗമൽ ഖിയാമത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ അഖിഫ അലാ ബാബി അഹദിൻ അസ്അലുഹു ഹാജതി. ഞാൻ മരിച്ചു പോകുമ്പോൾ 40,000 സ്വർണ്ണ നാണയം എന്റെ ശേഷിപ്പ് സ്വത്തായി ഇവിടെ ബാക്കിയാവുകയാണ്, അനന്തര സ്വത്തായി. എന്നിട്ട് പരലോകത്ത് വെച്ച് എന്നോട് ആ സ്വത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ വിഷയം എനിക്ക് പ്രശ്നമില്ല. ഏതിനേക്കാൾ? ഒരു മനുഷ്യന്റെ വാതിൽക്കൽ ചെന്നുകൊണ്ട് എന്റെ ആവശ്യം അവന്റെ മുമ്പിൽ അവതരിപ്പിച്ച് യാചന നടത്തുന്നതിനേക്കാളും എനിക്കിഷ്ടം 40,000 ദീനാറ് ബാക്കി വെച്ചുകൊണ്ട് മരിച്ചുപോയി അന്ത്യനാളിൽ അതിന്റെ വിചാരണ നേരിടലാണ്. സ്വത്ത് മോശമല്ല. സ്വത്ത് മോശമായാൽ എന്താ അറിയോ? സ്വത്തിനെ പ്രണയിച്ചുകൊണ്ടാകുമ്പോഴാണ് സ്വത്ത് മോശമായ. അതുകൊണ്ട് നല്ല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരിക്കലും മോശമല്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടി നാം മറ്റുള്ളവർക്ക്, ചില ആളുകളുണ്ട് മറ്റുള്ളവർക്ക് ഭാരമാകാൻ വേണ്ടിയുള്ള, അത് ചെയ്യാൻ പാടില്ല. എന്നാലോ ഒരു കാര്യം കൂടി പറയാ,
ചില സാധുക്കള് ഏതെങ്കിലും ദീനിന്റെ വിഷയത്തിലോ മറ്റൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകള് അവരെല്ലാം കൂടി നിങ്ങൾ 400-500 ഉറുപ്പൊക്കെ ശമ്പളം കൊടുത്താല് അവർക്കും കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുന്നതല്ലേ, അവര് പ്രവാസി ജീവിതം നയിക്കാൻ കയറിപ്പോയാൽ ഇവിടെ നാട്ടിൽ ദീന് നടത്താൻ ആരുണ്ടാകും സഹോദരന്മാരെ? അപ്പൊ അതിനാവശ്യമായത് അവർക്ക് കൊടുക്കണം. ഉസ്താദന്മാർക്ക് ആവശ്യമായത് ഉസ്താദന്മാർക്ക് കൊടുക്കണം. അത് കമ്മിറ്റിക്കാർ കൊടുക്കണേ നാട്ടുകാർ കൊടുക്കണം. അത് നമ്മളെ കാര്യമല്ല പറയുന്നത്, നമ്മളെ വിഷയത്തിലല്ല. ഇതിപ്പോ എന്റെ കമ്മിറ്റിക്കാരും കേൾക്കണില്ല. ഞാനത് പറയുന്നത് പൊതുവെ ഉസ്താദുമാരായ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദുമാർ മാത്രമല്ല, ഒരു കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തകരാണെങ്കിൽ അവരൊക്കെ മുജാഹിദീങ്ങൾക്ക് എന്തിനാണ് അല്ലാഹു തആല സ്വതക്ക വെച്ചു കൊടുത്തത്? ജിഹാദിന്റെ പോർക്കളത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് സ്വതക്കയുടെ ഒരു വിഹിതം 8 വിഭാഗത്തിലൊരു ഓരി അവർക്ക് കൊടുക്കാനുള്ള ഒരു വിഭാഗമായിട്ട് അവർ എണ്ണാൻ കാരണം എന്താ? അവർ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് അതിൻ്റെതായ പവറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ മസ്അല സക്കാത്തിന്റെ മസ്അല പറഞ്ഞ സ്ഥലത്ത് കാണാൻ കഴിയും. എന്ത്? ഒരു സ്വന്തം ജോലിക്ക് ശേഷിയുള്ള ഒരു മകനാണെങ്കിൽ, ജോലിയെടുക്കാൻ ശേഷിയുള്ള മകനാണെങ്കിൽ ആ മകൻ ഉപ്പാന്റെ ആശ്രിതനല്ലാന്ന, ഉപ്പ ചെലവെടുക്കേണ്ട ബാധ്യത ഇല്ലാന്നാണ്. അതേ സമയത്ത് അതൊരു ദീന് പഠിക്കുന്ന മുത്താലിമാണോ? സക്കാത്തിന് വസ്തുണ്ട് അവിടെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ കഴിയും. അവൻ ഉപ്പാന്റെ ആശ്രിതനാണ്. അവൻ ജോലി എടുക്കാൻ ശേഷിയുള്ള മകനാണെങ്കിലും അവൻ ഉപ്പാന്റെ ആശ്രിതനാണ്. അതുകൊണ്ട് ആശ്രിതന് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല എന്ന മസ്അല വെച്ചുകൊണ്ട് ആ നിലക്കുള്ള മുത്താലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല എന്ന് വരെ മസ്അല പറയേണ്ടി വരും. മുത്താലിമായി എന്നുള്ള നിലക്കല്ല, ആശ്രിതനാണെങ്കിൽ പിതാവിന്റെ ആശ്രിതനായി മാറുന്ന അവസ്ഥയിലാണെങ്കിൽ സക്കാത്ത് കൊടുത്താൽ വിടൂല. എന്താ കാരണം? മുത്താലിം എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ വളർന്നു വന്നില്ലെങ്കിൽ ഈ ദീനിന്റെ കാര്യം ആപൽക്കരമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ലൗലാ അൻത, നിങ്ങളും നിങ്ങളുടെ ശിഷ്യന്മാരും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലമത്തജർതു, ഞാൻ ബിസിനസ് നടത്തുമായിരുന്നില്ല. നിങ്ങളും ശിഷ്യന്മാരുണ്ടായതുകൊണ്ട് ഞാൻ ബിസിനസ് നടത്തുന്നത്. മൂപ്പര് ബഹുമാനപ്പെട്ട മഹാൻ നോക്കിയിട്ടെങ്കിൽ എത്ര ഉദാത്തമായ പ്രവർത്തന. നിങ്ങൾ ശിഷ്യന്മാരുണ്ടായതുകൊണ്ട് ഞാൻ കച്ചവടം നടത്തുന്നത്. ആ ഒരു ബിസിനസ് നടത്തുന്ന തന്നെ ദർശനം നിലക്കാനാണ്. ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതേ സമയത്ത് അങ്ങനെ അല്ലാത്ത നിലക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നയിക്കുന്നത് ഒരിക്കലും ഗുണകരമായ കാര്യമല്ല. അങ്ങനെ തന്നെ ഹദീസുകളിൽ കാണാൻ കഴിയുമല്ലോ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് മറ്റുള്ളവരുടേത് ആശ്രയിക്കാതെ അവരിങ്ങോട്ട് നൽകുന്നത് സ്വീകരിക്കുന്നതിൽ കുഴപ്പവുമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, പിന്നീട് സമയത്ത് നമുക്ക് പറയാം. സഹോദരന്മാരെ, ഞാൻ നിർത്തുന്നു. ഏതായിരുന്നാലും അല്ലാഹു തആലയുടെ വഴിയിൽ ആരോഗ്യവാനായി നിലകൊള്ളാനും അത് മുഖേന ഹലാലായ വഴിയിലൂടെ സമ്പത്ത് സ്വരൂപിക്കാനും അതിനുവേണ്ടി ബിസിനസ് നടത്താനും അതിനുവേണ്ടി ശാരീരികമായ ശേഷി ഉണ്ടാക്കാനും എല്ലാം ഒരുമ്പെടുന്നത് ഒരിക്കലും മോശമായ കാര്യമല്ല. നീയത്ത് ശരിപ്പെടുത്തിക്കൊണ്ടതിനെല്ലാം വലിയ നല്ല നല്ല നീയത്തുകളിലൂടെ നല്ല ഇബാദത്തുകളുടെ പട്ടികകളിലേക്ക് അതിനെ എത്തിക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ റഹീമിനായ റബ്ബേ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ നിർത്താണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ലൈവില്ലെങ്കിൽ നാളെ രാത്രി നമുക്ക് മഗ്‌രിബിന് ശേഷം പറയാം. അർഹമുർ റഹീമിനായ റബ്ബേ, സാധുക്കളായ പാവികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കളുടെ ഭാര്യ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റു